മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരരെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയുമാണ്. യോഹന്നാൻ സുവിശേഷം 14 അധ്യായത്തിൽ നാം പരിശുദ്ധാത്മാവിനെ പറ്റി വായിക്കുന്നുണ്ട്. യേശു ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു. നമ്മുടെ ഏറ്റവും അടുത്ത സഹായകൻ അല്ലെങ്കിൽ ഹെൽപ്പറാണ് പരിശുദ്ധാത്മാവ്. അതേപറ്റിയാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. സംഖ്യയുടെ പുസ്തകം 11 അധ്യായം 16 മുതൽ 18 വരെയും 24 മുതൽ 30 വരെയുള്ള വചനങ്ങളിൽ നാം കാണുന്നുണ്ട് ദൈവിക ചൈതന്യത്തെപ്പറ്റി. മോശയെ സഹായിക്കുവാനായിട്ട് ദൈവം മോശയോട് പറയുകയാണ് ചെയ്യുന്നത് 70 നേതാക്കന്മാരെ തെരഞ്ഞെടുക്കണമെന്ന്. മോശ ദൈവം പറഞ്ഞതനുസരിച്ച് 70 നേതാക്കന്മാരെ തെരഞ്ഞെടുക്കുന്നു. അതിനുശേഷം ദൈവ ചൈതന്യത്താൽ ദൈവം അവരെ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് തന്റെ ചൈതന്യത്താൽ അവരെ നിറയ്ക്കുന്നു. ആ ചൈതന്യം എന്താണ്? പരിശുദ്ധാത്മാവാണ്. ആ ചൈതന്യം നിറഞ്ഞ ശേഷം അവര് വചനം പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവിക ചൈതന്യം നിറഞ്ഞ 70 നേതാക്കന്മാര് കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവചനം നടത്തുന്നു. നാം ഓരോരുത്തരും കുദാശകളിലൂടെ, പ്രത്യേകിച്ച് സ്ഥൈര്യലേപനത്തിലൂടെ ആ ദൈവിക ചൈതന്യത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. അപ്പോൾ ആ നേതാക്കന്മാരെ പോലെ അല്ലെങ്കിൽ മോശയെ പോലെ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ് എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1 സാമുവേലിന്റെ പുസ്തകം 16 അധ്യായം 14 മുതൽ 23 വചനം നാം ധ്യാനിക്കുന്നത് സാവൂളിനെ പീഡിപ്പിക്കുന്ന ഒരു ദുരാത്മാവിനെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് സാവൂളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവ് പോവുകയും ദുരാത്മാവ് പ്രവേശിക്കുകയും ചെയ്യുന്നത്? നമുക്കറിയാം, സാവൂളിനെ ദൈവം തെരഞ്ഞെടുത്തിരുന്നു, ദൈവാത്മാവ് ആവസിച്ചു. എന്നാൽ സാവൂൾ കർത്താവിന്റെ കൽപ്പന ലംഘിച്ചു. അതിൽ കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി എന്ന് എഴുതിയിരിക്കുന്നു. സാവൂളിനെ കർത്താവിന്റെ ആത്മാവ് വിട്ടുപോയപ്പോൾ സാവൂളിലേക്ക് പ്രവേശിക്കുന്ന ദുരാത്മാവാണ്. പിന്നെ കാണാൻ സാധിക്കും വായനയിൽ എത്രയും ബുദ്ധിമുട്ട് പ്രയാസങ്ങളാണ് സാവൂളിന് ഉണ്ടാകുന്നതെന്ന്. അതിനുശേഷം സാവൂളിന് സൗഖ്യം ലഭിക്കുന്നത് ദാവീദ് മുഖേനയാണ്. ദാവീദ് സാവൂളിന്റെ സൗഖ്യവും അല്ലെങ്കിൽ സമാധാനവും നൽകുന്നു. അതേപറ്റിയാണ് ഈ വായന. ക്രൈസ്തവ നാം ഓരോരുത്തരും ദൈവത്തിന്റെ കൽപ്പനുസരിച്ച് ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം നമ്മൾ നിറയുകയാണ് ചെയ്യുന്നത്. ദൈവകൽപ്പന ലംഘിക്കുകയും ദൈവവചനം ഗ്രഹിക്കാതിരിക്കുകയും അത് ധ്യാനിക്കാതിരിക്കുമ്പോൾ ചെയ്യുമ്പോഴാണ് ദുരാത്മാവ് നമ്മളിൽ പ്രവേശിക്കുക. അങ്ങനെ അഭിഷേകത്തിന്റെ ഒരു ശക്തി കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ, പ്രത്യേകിച്ച് സ്ഥൈര്യത്തിലൂടെ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് വചനം പഠിച്ച് ധ്യാനിച്ച് ജീവിക്കുവാനായിട്ടുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5 അധ്യായം 16 മുതൽ 26 വരെയുള്ള വചനഭാഗത്ത് നാം വീണ്ടും ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. ജഡത്തിന്റെ വ്യാപാരങ്ങളും ആത്മാവിന്റെ ഫലങ്ങളുമാണ് പൗലോസ്ലീഹ പ്രതിപാദിക്കുന്നത്. ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണെന്നും ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിന് എതിരാണെന്നും പൗലോസ്ലീഹ നമ്മെ ഓർപ്പിക്കുന്നു. വളരെ വലിയ രീതിയിൽ വിശകലനം ചെയ്യുന്നുണ്ട് പൗലോസ് ഇതേപ്പറ്റി ഇന്നത്തെ ഈ വായനയിൽ. എന്തൊക്കെയാണ് ജഡമോഹങ്ങൾ, എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിലാഷങ്ങൾ എന്ന്. അപ്പോൾ ക്രൈസ്തവരായ നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിന്റെ അഭിലാഷങ്ങൾ അനുസരിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പ്രവർത്തിക്കുമ്പോൾ ജഡമോഹങ്ങളിൽ നമുക്ക് മോചനം ലഭിക്കുകയും ദൈവകൽപ്പന ജീവിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. പലതവണ നാം ജഡമോഹങ്ങളാൽ വീണുപോയതിനാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ നാം അറിയാതിരിക്കുകയും നാം പരിശുദ്ധാത്മാവിന്റെ അഭിലാഷമനുസരിച്ച് ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ജഡമോഹങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിലാഷങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ ജഡമോഹങ്ങളെ നമുക്ക് അതിനെ എതിർത്ത് പ്രവർത്തിക്കുവാനായിട്ട് അല്ലെങ്കിൽ ആ ബന്ധത്തിന് മോചനം ലഭിക്കുവാനായിട്ട് നമുക്ക് ദൈവം ഒരു പ്രത്യേക അനുഗ്രഹം നൽകുമെന്നും നമ്മെ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 14 അധ്യായം 15 മുതൽ 20 വരെയും 25 മുതൽ 26 വരെ തിരുവചനങ്ങളിൽ നാം ധ്യാനിക്കുന്ന കർത്താവ് പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്നതാണ്. നമുക്ക് കാണാൻ സാധിക്കും പലതവണ യേശു തന്റെ ശിഷ്യന്മാരുടെ പീഡാനുഭവത്തെപ്പറ്റി, കുരിശുമരണത്തെപ്പറ്റി അവരെ ഓർമ്മിച്ചിരുന്നു. അസ്വസ്ഥരായ ഭയവിഹ്വലരായ ശിഷ്യന്മാരെ യേശു സാന്ത്വനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവർ ശാന്തി നൽകുകയാണ് ചെയ്യുന്നത്. അവർക്ക് സമാധാനം നൽകുകയാണ് ചെയ്യുന്നത്. അവർക്ക് ധൈര്യം നൽകുകയാണ് ചെയ്യുന്നത്. ആരും ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാകുന്നത്
പരിശുദ്ധാത്മാവ് മുഖേനയാണ്. അപ്പോൾ എന്താണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്? നമുക്ക് പ്രത്യേകം കാണുന്ന 4 കാര്യങ്ങൾ യേശു പറയുന്നവരോട്. ഒന്ന്, ശിഷ്യന്മാർ പറയുകയാണ്, എപ്പോഴും പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. എപ്പോഴും അസ്വസ്ഥതകളിൽ, ബുദ്ധിമുട്ടുകളിൽ, പ്രയാസങ്ങളിൽ, സന്തോഷങ്ങളിൽ എപ്പോഴും പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കും. 2, പരിശുദ്ധാത്മാവ് നിങ്ങളെപ്പോഴും സഹായിക്കും. സഹായകനാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ, അസ്വസ്ഥതകളിൽ, സങ്കടങ്ങളിൽ. 3, പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളെ പഠിപ്പിക്കും. എല്ലാ കാര്യങ്ങളും. 4, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് നിങ്ങളെ സഹായിക്കും. വിശാൽ പ്രിയപ്പെട്ട സഹോദരരെ, യൂട്യൂബിലൂടെ ഇന്ന് യേശുവിന്റെ വചനം ശ്രവിക്കുന്ന സമയത്ത് ഈ 4 കാര്യം നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. 1, പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. 2, പരിശുദ്ധാത്മാവ് നമ്മുടെ അസ്വസ്ഥതകളിൽ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമ്മളെ സഹായിക്കും. 3, പരിശുദ്ധാത്മാവ് എല്ലാ കാര്യം നമ്മളെ പഠിപ്പിക്കും. 4, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ സഹായിക്കും. ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സ്ഥായി ലേഖനത്തോടെ അല്ലെങ്കിൽ മാമോദീസായിലൂടെ മറ്റുള്ള കുദാശകളിലൂടെ നാം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്, നമ്മളെ സഹായിക്കും, നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കും, നമ്മളെ വചനം ഗ്രഹിക്കുവാനായിട്ട്, മനസ്സിലാക്കാനായിട്ടുള്ളൊരു അനുഗ്രഹം നമുക്ക് നൽകും. അതിനായി പ്രാർത്ഥിക്കാം. പിതാവാരെയും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വചനം ശ്രവിക്കാനായിട്ട് അങ്ങ് ഞങ്ങൾക്ക് ഈ സമയം തന്നുവല്ലോ. അങ്ങയുടെ വചനം ജീവദായകമായ വചനമാണ്. സൗഖ്യം നിലനിന്ന, രോഗശാന്തി നിലനിന്ന വചനമാണ്. അസ്വസ്ഥരായ, ഭയവിഹ്വലരായ ശിഷ്യന്മാരെ നീ സാന്ത്വനപ്പെടുത്തുന്നു. ആര് പറഞ്ഞു? നിങ്ങളോട് ആയിരിക്കാനായിട്ട് എപ്പോഴും ഒരു സഹായകനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഉണ്ടായിരിക്കും. അസ്വസ്ഥതകൾ നിങ്ങളെ സഹായിക്കും, ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളെ സഹായിക്കും, നിങ്ങളെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥം, ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ നിങ്ങളുടെ മനസ്സിനെ തുറക്കുമെന്ന് ഞങ്ങൾ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോ വ്യക്തികളുടെ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങൾ വസിക്കുന്നു, ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. വചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനുള്ളൊരു അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധമായ ശക്തിയും ബലവും ഞങ്ങൾക്ക് നൽകണമേ. ദുർബലരായ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ക്ലേശരായ ഞങ്ങളെ അങ്ങ് സാന്ത്വനപ്പെടുത്തണമേ. പരിശുദ്ധാത്മ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നമ്മുടെ കർത്താവ് യേശുവിന്റെ കൃപയും പിതാവാദത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.